വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് RSPക്ക് തങ്ങളുടെ നിലനിൽപ്പിന്റെ തന്നെ പോരാട്ടമാണ്. കഴിഞ്ഞ 2 നിയമസഭകളിലും RSPക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 മണ്ഡലങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട പാർട്ടി ഇക്കുറി കൊല്ലം ജില്ലയിലെങ്കിലും നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇത്തവണ കൊല്ലം ജില്ലയിൽ നിന്ന് 3 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവുമായാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നത്. എന്നാൽ അതത്ര ലളിതമല്ലെന്ന് നേതൃത്വം തന്നെ തിരിച്ചറിയുന്നുണ്ട്. 1990-ൽ കൊല്ലം ജില്ലയിൽ നിന്ന് 4 സീറ്റുകൾ നേടിയ RSP അന്ന് CPM-നോട് കിടപിടിക്കുന്ന ശക്തിയായിരുന്നു. എന്നാൽ കാലക്രമേണ പാർട്ടി പിളർപ്പുകളും സംഘടനാപരമായ ദൗർബല്യങ്ങളും RSPയെ പിന്നോട്ടടിച്ചു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 മണ്ഡലങ്ങളിലും RSPക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പാർട്ടിയുടെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന ചവറയിൽ പോലും വിജയിക്കാനായില്ല. ഇരവിപുരം, കുന്നത്തൂർ, മട്ടന്നൂർ, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലും ഫലം അത്രമേൽ ദയനീയമായിരുന്നു. NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവത്തിലൂടെ ലോക്സഭാ സീറ്റ് നിലനിർത്താനായത് മാത്രമാണ് ഇന്നത്തെ ആശ്വാസം. ഇത്തവണ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിലാണ് RSP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF നേട്ടവും ചവറയിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനോടുള്ള സ്വീകാര്യതയും RSP കണക്കിലെടുക്കുന്നു. എന്നാൽ സമാന സാഹചര്യത്തിലാണ് 2021-ലും അദ്ദേഹം മത്സരിച്ചതെന്നും അന്ന് LDF സ്വതന്ത്രൻ സുജിത് വിജയൻപിള്ളയോട് പരാജയപ്പെട്ടതെന്നും പാർട്ടിക്കുള്ളിൽ ആശങ്ക ഉയർത്തുന്നു. UDF-ലെ ഏകോപനം ഇത്തവണ നേട്ടമാകുമെന്നാണ് RSPയുടെ വിലയിരുത്തൽ. ഷിബു ബേബി ജോൺ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിലുണ്ടെങ്കിലും ആ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് അദ്ദേഹത്തെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കുന്നത്തൂരിൽ യുവനേതാവ് ഉല്ലാസ് കോവൂരിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ RSP പ്രകടനം ദുർബലമായിരുന്നുവെന്നത് തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇരവിപുരത്ത് യുവാക്കളെ മുന്നിൽ നിർത്തി തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് പാർട്ടി. കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ MS ഗോപകുമാറോ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാറോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. എന്നാൽ ഈ സീറ്റിനായി മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ മുന്നണിക്കുള്ളിൽ തന്നെ തർക്കസാധ്യത നിലനിൽക്കുന്നു. നൌഷാദ് ഇടതുപക്ഷത്തിനായി വീണ്ടും രംഗത്തിറങ്ങിയാൽ RSPക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരും. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യവും ശക്തമായ സംഘടനാ അടിത്തറയും ഇന്ന് RSPക്കില്ലെന്ന യാഥാർത്ഥ്യവും പാർട്ടി തിരിച്ചറിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് ഘടകകക്ഷികൾ മുന്നേറ്റം നടത്തിയപ്പോൾ RSPക്ക് അത്രമേൽ നേട്ടമുണ്ടാക്കാനായില്ല. ഈ വെല്ലുവിളികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് RSP ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്.